അതെ, ഈ തത്തമംഗലത്തില് ഇപ്പോ നമുക്ക് ഇന്ന് രാവിലെ നമുക്ക് റിപ്പോർട്ടായതാണ്. ഈ സ്കൂളില് അതോറിറ്റീസ് വന്ന ശേഷം ഇങ്ങനെ ക്രിസ്മസ് ആഘോഷം ഉണ്ടായിരുന്ന സ്ട്രക്ചേഴ്സ് എല്ലാം ഒരു ഗ്രിൽ ഗേറ്റിനകത്തായിരുന്നു. അപ്പൊ അതാരോ നശിപ്പിച്ചിട്ടാണ് ഒരു പരാതി വന്നതാണ്. അപ്പോൾ കിട്ടിയപ്പോൾ തന്നെ ചിറ്റൂർ ഇൻസ്പെക്ടർ ടീം ഇവിടെ ഒന്ന് പരിശോധിച്ചപ്പോൾ ആ ഗ്രിൽ ഗേറ്റ് ഓപ്പൺ ആയിട്ടില്ല. ഗ്രിൽ ഗേറ്റ് ആരോ പൊളിക്കാൻ ശ്രമിച്ച് ഒരു സ്റ്റിക്ക് കൊണ്ട് അത് പൊളിഞ്ഞിട്ടില്ല. പക്ഷെ ആ സ്റ്റിക്ക് കൊണ്ട് ഉള്ളിലുള്ള പുൽക്കൂട് ആരോ ഡാമേജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബേസിസിൽ നമ്മൾ കേസ് എടുത്തിട്ടുണ്ട്. ചിറ്റൂർ സ്റ്റേഷനിൽ കേസെടുത്ത് ഒരു സ്പെഷ്യൽ ടീം ഫോം ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ടോ ഡാർക്ക് സ്ക്വാഡും ഉണ്ട്. ഇവിടെ പരിസരങ്ങളിൽ CCTV കൊണ്ട് നമ്മൾ പരിശോധിച്ച് വരുന്നുണ്ട്. ഇത് ആരാണ് ചെയ്തെന്നുള്ളത് നമ്മൾ ഉറപ്പായിട്ട് കണ്ടെത്തിയിട്ട് അവർക്കെതിരായിട്ടുള്ള സ്ട്രോങ് നടപടിയെടുക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ലപ്പള്ളി സ്കൂളിൽ ഉണ്ടായിരുന്ന സംഭവത്തിൽ നമ്മൾ അതിലുള്ള 3 പ്രതികളാണ് ഇൻവോൾവ് ആയത്. അപ്പൊ ആ 3 പ്രതികളെ നമ്മൾ അപ്പൊ തന്നെ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള വകുപ്പുകളാണ് ഇട്ടതാണ്. നോൺ ബെയിലബിൾ സെക്ഷനാണ് ഇട്ട് അവർ അന്ന് തന്നെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്ത് റിമാൻഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവരിപ്പോ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. അപ്പൊ അതിന്റെ ഇൻവെസ്റ്റിഗേഷനും സ്ട്രോങ് ആയിട്ട് നടന്നു വരുന്നുണ്ട്. നമ്മളത് സമയബന്ധിതമായിട്ട് അന്വേഷണം നടത്തി ആ കുറ്റപത്രം സമർപ്പിക്കും. അണ്ട് അതിലുള്ള ശിക്ഷ കിട്ടാനുള്ള എല്ലാ നടപടികളും നമ്മൾ എടുത്തു വരുന്നുണ്ട്. അപ്പൊ ഇപ്പോൾ നടന്ന സംഭവമോ നമ്മൾ സ്പെഷ്യൽ ടീം ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ആരാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അന്വേഷണം നടന്നു വരുന്നുണ്ട്. രണ്ട് ഇതിന് പിന്നിലും ഒരേ പേരാണെന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ വരുന്നത്. അത് നമ്മൾ എല്ലാ ആംഗിളിലും നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ഇതിൽ ആരൊക്കെ ഇൻവോൾവ്മെന്റ് ഉണ്ടായ ചാൻസ് ഉണ്ട്, ആരൊക്കെ ചെയ്യാൻ സാധ്യത ഉണ്ട്, അങ്ങനെ എല്ലാ ആംഗിളിലും നമ്മൾ സംഭവത്തെ പരിശോധിക്കുന്നുണ്ട്. ചിറ്റൂർ DSPയുടെ ചുമതലയുള്ള ആൻഡ് ചിറ്റൂർ IP അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് നമ്മൾ സ്പെഷ്യൽ ടീം ഫോം ചെയ്തിട്ടുണ്ട്. അവർ അന്വേഷണം നടത്തി വരുന്നുണ്ട്. 2 സ്കൂളിലെയും അന്വേഷണം ഒരുമിച്ച് തന്നെ ഒരേ സംഘം തന്നെ അന്വേഷിക്കും. അതെ, രണ്ടും നമ്മൾ സെയിം ചിറ്റൂർ സ്റ്റേഷനുള്ള ടീം തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് വേണ്ട സ്പെഷ്യൽ സ്ക്വാഡും കൂടി നമ്മൾ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്.